അപ്പോൾ മക്കളെ നമുക്ക് നോക്കേണ്ടത് വൈറസസിനെ കുറിച്ചാണ്. നമുക്കിനി ആകെയുള്ള ലാസ്റ്റ് ടോപ്പിക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് വൈറസസിനെ കുറിച്ച് പഠിക്കണം അല്ലേ. അപ്പോൾ എന്താണ് ഈ വൈറസ് എന്ന് പറയുന്ന സാധനം അല്ലേ? വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഏജൻ്റാണ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈറസ് എന്ന് വിളിക്കുന്നത്. ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻ്റാണ്. അപ്പോൾ ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ വെളിയിൽ, ഔട്ട്സൈഡ് ദ സെൽ, അതായത് ഒരു ലിവിങ് സെല്ലിൻ്റെ പുറത്ത് ഈ വൈറസസ് എപ്പോഴും, അല്ലെ വൈറസ് എന്ന് പറയുന്ന സാധനം നോൺ ലിവിങ് ആയിരിക്കും. എന്തായിരിക്കും? നോൺ ലിവിങ് ആയിരിക്കും. പക്ഷെ നോൺ ലിവിങ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ അല്ലെ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് നമ്മുടെ സെല്ലിനുള്ളിൽ കടന്നു കഴിയുമ്പോൾ, അതായത് ഇൻസൈഡ് ദ സെൽ എത്തിക്കഴിയുമ്പോൾ അതെന്തായി മാറുന്നു? ഈ വൈറസ് ലിവിങ് ആയി മാറും. അപ്പോൾ ശരിക്കും വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയി മാറും. കാരണം വൈറസ് ഔട്ട്സൈഡ് ദ സെൽ നോൺ ലിവിങ് ആയിട്ടാണ് കാണപ്പെടുന്നത്, ബട്ട് ഇൻസൈഡ് ദ സെൽ അത് ലിവിങ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു സെല്ലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ലിവിങ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവനൊരു ലിവിങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഏജൻ്റായി മാറും. ഇവൻ ഒരു സെല്ലിനകത്ത് കടന്ന് ആ സെല്ലിൻ്റെ സകലമാനം ഫങ്ഷൻസും ടേക്ക് ഓവർ ചെയ്യും. പറഞ്ഞ് മനസ്സിലായ? അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വൈറസസ് ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പം നമുക്കറിയാവുന്ന കൊറോണ വൈറസ് അല്ലേ, കോവിഡ് വൈറസ്. അപ്പം ആയിക്കോട്ടെ, നമുക്ക് വൈറസസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ സെല്ലിനകത്ത് ക്രോമോസോംസ് ഇരിപ്പുണ്ട്, ന്യൂക്ലിയസിനകത്ത്. ആ ക്രോമോസോമിനകത്ത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലായ DNA ഇരിപ്പുണ്ട്. DNA നിങ്ങൾക്ക് എല്ലാവരും കേട്ടുള്ള സാധനമായിരിക്കും DNA. DNAയുടെ ഫുൾ ഫോം പറയായിരിക്കും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNAയുടെ ഫുൾ ഫോം. അപ്പം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. അതിനകത്ത് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഓരോ പ്രോട്ടീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന DNAക്കകത്താണ്. അതുപോലെ വൈറസ് എടുത്തു കഴിഞ്ഞാൽ വൈറസസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ RNA എന്നാണ് പറയുന്നത്. DNA അല്ല, RNA. RNA ആണ് വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ. RNAയുടെ ഫുൾ ഫോം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് DNAയും RNAയെ കുറിച്ച് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? 12th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. കാരണം നമ്മുടെ ക്രോമോസോമിനകത്ത് DNA ആണുള്ളത്. നമ്മുടെ ഓരോ സെല്ലുകളിലും DNA ഇരിപ്പുണ്ട്. പക്ഷേ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്നത് RNA ആയിരിക്കും. എന്താണ്? RNA. മെസ്സഞ്ചർ RNA എന്ന് നമ്മൾ പറയാറുണ്ട്, mRNA. പോട്ടെ, RNA ആണ്. അപ്പം RNA ജനറ്റിക് മെറ്റീരിയൽ ആണ്, ഓർത്ത് വെച്ചു. രണ്ടാമത്തെ പോയിന്റ്, എന്താണ് ബാക്ടീരിയോഫേജ്? എന്താണ് ബാക്ടീരിയോഫേജ്? ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കും, ബാക്ടീരിയോഫേജ്. ഫേജ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന വൈറസ് എന്നാണ്. വൈറസുകളുടെ ഗ്രൂപ്പ്. ബാക്ടീരിയോൻ്റെ അർത്ഥം എന്തായിരിക്കും? ബാക്ടീരിയ അല്ലേ? ബാക്ടീരിയയുടെ അർത്ഥമാണ് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. ഏതൊക്കെ വൈറസുകളാണോ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ, നമ്മളെയല്ല, ബാക്ടീരിയകളെ, ഏതെങ്കിലും ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്താ വിളിക്കുന്നത്? ബാക്ടീരിയോഫേജ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ബാക്ടീരിയോഫേജ്. അപ്പോൾ നമ്മൾ ബാക്ടീരിയോഫേജസിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്ടീരിയോഫേജസ് എന്താണ്? വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്നതല്ല. ബാക്ടീരിയോഫേജസ് ആരെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്? ബാക്ടീരിയകളെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ വൈറസസ് ആണോ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നത് നമ്മളവരെ എന്ത് വിളിച്ചോണം? ബാക്ടീരിയോഫേജസ് എന്ന് വിളിച്ചോണം. ഇനി ബാക്ടീരിയോഫേജ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ. ബാക്ടീരിയോഫേജിൻ്റെ ഡയഗ്രാം ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ബാക്ടീരിയോഫേജ് ഇരിക്കുന്നത്. ഇതിൻ്റെ പടം നമ്മുടെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. NCERT പേജ് നമ്പർ 26 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
26 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഒരു ബാക്ടീരിയോഫേജിൻ്റെ പടം. അപ്പോൾ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് കണ്ട് ഇങ്ങനെ ഇരിക്കും, ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും ഒരു ബാക്ടീരിയോഫേജ്. ഇതിനകത്ത് നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഇതിൻ്റെ ലേബലിംഗ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ബാക്ടീരിയോഫേജ്, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു ടിപ്പിക്കൽ ബാക്ടീരിയോഫേജിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഹെഡ് പാർട്ട്. ബാക്ടീരിയോഫേജിൻ്റെ ഹെഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെ നമ്മൾ ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയും. ടെയിൽ ഫൈബേഴ്സ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാതിരിക്കും ഇങ്ങനെ ഷീറ്റ് പോലെ അടുക്കി വെച്ചേക്കുന്നത്, ഷീറ്റ് പോലെ അടുക്കി വെച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഷീത്ത് എന്നാണ്. ഷീത്ത്. പിന്നെ ഒരു നെക്ക് പോർഷൻ ഉണ്ട് ഇവിടെ. നെക്ക് പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. ആ നെക്ക് പോർഷനെ, അതായത് ഹെഡിനെയും ഷീത്തിനെയും കൂടെ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളാർ. അതിനെ നമ്മൾ വിളിക്കും കോളാർ. അപ്പോൾ ഹെഡ്, ഷീത്ത്, ടെയിൽ ഫൈബർ, കോളാർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഹെഡിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലായ RNA ഒക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ വൈറസ് ആണല്ലോ ഇത്, അപ്പോൾ ഉറപ്പായിട്ട് ജനറ്റിക് മെറ്റീരിയലായ RNA ഈ ഹെഡിനകത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് മനസ്സിലായ പാർട്ട് ഹെഡ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട് അല്ലേ. ഒരു നെക്ക് പോർഷൻ ഉണ്ട്, അതിനെ നമ്മൾ കോളാർ എന്ന് വിളിക്കുന്നത്. കോളാർ കഴിഞ്ഞാൽ താഴേക്ക് ഷീത്ത് പോലെ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഷീത്ത് ഉണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ടെയിൽ ഫൈബേഴ്സ് കാണാമായിരിക്കും. അപ്പോൾ ടെയിൽ ഫൈബേഴ്സ്, ഷീത്ത് ഓർത്ത് വെക്കണം, ഹെഡ് ഓർത്ത് വെക്കണം, കോളാർ, ഇത്രയും പാർട്ടുകളൊന്നും ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ ആണല്ലോ? ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാം എക്സാമ്പിളുകൾ. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ നമ്മൾ വൈറസ് എന്തുവാന്ന് പറഞ്ഞു. വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്തുവാണെന്നറിയാം. ഇനി ബാക്ടീരിയകളെ ബാധിക്കുന്ന വൈറസുകളെ വിളിക്കുന്ന പേരെന്തുവാന്ന് നിങ്ങൾക്കറിയാം. ശരിയല്ലേ? ബാക്ടീരിയോഫേജ് എന്നാണ് പറയുന്നത്. ബാക്ടീരിയോഫേജിൻ്റെ ഡയഗ്രാം പഠിച്ചു. ബാക്ടീരിയോഫേജിൻ്റെ അകത്ത് ലേബൽ ചെയ്യേണ്ട പാർട്ടുകൾ ഹെഡ്, കോളാർ, ഷീത്ത്, പിന്നെ ടെയിൽ ഫൈബേഴ്സ് ആണ്. ശരിയാണോ? ഇനി നമ്മുടെ NCERT-യിൽ മെൻഷൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു പ്ലാന്റ് ഡിസീസിൻ്റെ പേര് പറയുന്നുണ്ട്. പ്ലാന്റ് ഡിസീസ് കോസ്ഡ് ബൈ വൈറസ് മൂലമുണ്ടാവുന്ന ഒരു പ്ലാന്റ് ഡിസീസിൻ്റെ പേര് പറയുന്നുണ്ട്. അതുകൂടാതെ വേണമെങ്കിൽ നമുക്ക് എന്തും പറയാം. ചില വൈറൽ സിംറ്റംസ് സീൻ ഇൻ പ്ലാന്റ്സ്. അതായത് ചില വൈറൽ ആയിട്ടുള്ള സിംറ്റംസ്. എന്തൊക്കെ വൈറൽ സിംറ്റംസ് ആണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? പ്ലാന്റ്സിൽ കാണാൻ കഴിയുന്നത്. സിംറ്റംസ് സീൻ ഇൻ പ്ലാന്റ്സ് അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാംസിന് എന്ത് ചോദിക്കാം? ഒരു പ്ലാന്റ് ഡിസീസിൻ്റെ പേര് പറയൂ വൈറസ് കോസ് ചെയ്യാൻ. പ്ലാന്റ് ഡിസീസിൻ്റെ ഒരുപാട് പേരുകൾ നിങ്ങൾ എവിടെ പഠിക്കും? ഈ പറയുന്ന കൂട്ട് 12th പഠിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പ്ലാന്റ് ഡിസീസിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ നമ്മുടെ ഈ ടൊബാക്കോ ഉണ്ടല്ലോ, ടൊബാക്കോ സിഗരറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അറിയായിരിക്കും. നിക്കോട്ടീൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. നിക്കോട്ടീൻ കിട്ടുന്നത് ടൊബാക്കോ പ്ലാന്റിൽ നിന്നാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ടൊബാക്കോൻ്റെ ലീവ്സിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ഉണ്ട്. അതിൻ്റെ പേരാണ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ആണ് ഒരു പ്ലാന്റ് ഡിസീസ് കോസ്ഡ് ബൈ വൈറസ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ്? അല്ലെങ്കിൽ ഇപ്പം കോമൺ ആയിട്ട് ഒരു വൈറസ് ഒരു പ്ലാന്റിനെ ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സിംറ്റംസ് കാണിക്കാറുണ്ട്. അതിൽ ചിലത് ഞാൻ പറഞ്ഞു. ലീഫ് ഉണ്ടല്ലോ, ലീഫ് നല്ലപോലെ നിവർന്നിരുന്ന ലീഫൊക്കെ റോൾ ചെയ്യാൻ തുടങ്ങും. ലീഫ് റോൾ ചെയ്തങ്ങ് പോവുക, കേൾ ചെയ്ത്. റോളിങ് അല്ലെ കേളിങ് എന്ന് നമുക്ക് പറയാം. അതുകൂടാതെ ലീഫ് യെല്ലോയിങ് സംഭവിക്കുക, അതിൻ്റെ കളർ നഷ്ടപ്പെടുക, പച്ച കളറൊക്കെ നഷ്ടപ്പെട്ട് ഒരു യെല്ലോയിങ്ങിലേക്ക് പോവുക. അതൊരു മറ്റൊരു സിംറ്റമാണ് വൈറസ് ബാധിച്ചു എന്നുള്ളതിൻ്റെ. പിന്നെ ഒന്നാണ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ വളർച്ച അങ്ങ് മുരടിക്കുക, പ്ലാന്റ്സ് വളരാതിരിക്കുക. നല്ലപോലെ വളരുന്ന പ്ലാന്റുകളെല്ലാം വളരാതെ സ്റ്റണ്ടഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കും. അതും വൈറസ് ബാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ ഉള്ളതാണ് നമുക്ക് ഈ മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. മൊസൈക്ക് ഫോർമേഷൻ, മൊസൈക്ക് പോലുള്ള പാച്ചസ് ഒക്കെ, മൊസൈക്ക് ഫോർമേഷൻ, ലീവ്സിലൊക്കെ മൊസൈക്ക് ഫോം ചെയ്യുക. മൊസൈക്ക് പോലത്തെ ഡിസൈൻസും മൊസൈക്ക് പോലത്തുള്ള സ്ട്രക്ചേഴ്സ്, പാച്ചസ് ഒക്കെ ലീവ്സിൽ ഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വൈറസ് ബാധിച്ചു എന്നുള്ളതിൻ്റെ സിംറ്റംസ്. അപ്പോൾ പ്ലാന്റിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ അതാണ് ഒരു പ്ലാന്റ് ഡിസീസ് വൈറസ് ഉണ്ടാക്കുന്നത്. ഇനി വൈറൽ സിംറ്റംസ്, വൈറസ് ബാധിച്ചു എന്നുള്ളതിൻ്റെ ചില സിംറ്റംസ് പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ്?
ലീഫ് റോളായി പോവുക, അല്ലെങ്കിൽ കേളിങ് സംഭവിക്കുക, യെല്ലോയിങ് സംഭവിക്കുക, പിന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത് സംഭവിക്കുക പ്ലാന്റ്സിൻ്റെ, പിന്നെ മൊസൈക്ക് ഫോർമേഷൻ, ലീവ്സിൽ മൊസൈക്ക് പോലുള്ള പാച്ചസ്, വെള്ള പാച്ചസ് ഒക്കെ ഫോം ചെയ്യും. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ ശരി. അപ്പം ഇനി നമുക്ക് ചില സയൻറ്റിസ്റ്റുകളുടെ പേരാണ് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് നമ്മുടെ ഈ മൊസൈക്ക് ഡിസീസ് ഇല്ലേ, മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ അല്ലേ, മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ഇതുണ്ടാക്കുന്നത് വൈറസ് ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്, മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. അപ്പോൾ ടൊബാക്കോ പ്ലാന്റുകളിൽ നമ്മൾ കാണുന്ന ഒരു വൈറലായിട്ടുള്ളൊരു ഡിസീസാണ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. ഇതുണ്ടാക്കുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ TMV ആണ്. TMV എന്ന് പറയുന്ന വൈറസ് ഉണ്ടാക്കുന്നത്. TMVയുടെ ഫുൾ ഫോം ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് എന്തുണ്ടാക്കുന്നത്, മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ഉണ്ടാക്കുന്നത്. ഓർത്ത് വെച്ചോണേ, TMV വൈറസ് മറന്നുപോലെ, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ പടം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 26 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയോഫേജിൻ്റെ പടവും നിങ്ങൾക്ക് കാണാം, അതുപോലെ നമ്മുടെ TMVയുടെ പടവും നിങ്ങൾക്ക് കാണാം. ഇതാണ്ട് ഇതിനകത്ത് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ബാക്ടീരിയോഫേജ് ഏതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ബാക്ടീരിയോഫേജ് നേരത്തെ വരച്ച് കാണിച്ചത് അല്ലേ, ഹെഡ്, കോളാർ, ഷീത്ത്, പിന്നെ ടെയിൽ ഫൈബേഴ്സ് അല്ലേ, ഇത്രയാണ് ബാക്ടീരിയോഫേജിനകത്തുള്ളത്. A എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഏത്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, TMV, ടൊബാക്കോ മൊസൈക്ക് വൈറസ്. നിങ്ങൾക്ക് കാണാതിരിക്കും അല്ലേ. ഇത് നിങ്ങൾക്ക് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ നോക്കിക്കേ. ഒരു പഴക്കൊല പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിച്ചെടുക്കാം, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് ഈ ഇതുണ്ടോ, കുറേ മുത്തുമാല പോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാതിരിക്കും. ഇതിൻ്റെ ഒരു ബിഗിനിങ് പോർഷൻ കുറേ മുത്തുകൾ അടുക്കി വെച്ചേക്കുന്നത്. ഇത് വേറൊന്നുമല്ല, RNA ആണ്. നിങ്ങൾക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ വൈറസിൻ്റെ എന്താണ്, RNA ആണ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്, വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അപ്പോൾ ആ RNA ആണ് ഈ മുത്തുമാല പോലെ വെച്ചേക്കുന്ന സാധനം. പറഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ക്യാപ്സിഡ് എന്തുവാന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ക്യാപ്സിഡ് എന്തുവാണ് ഇപ്പോൾ തന്നെ, ക്യാപ്സോമിയർ, ക്യാപ്സിഡ് അങ്ങനെയുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഡയഗ്രാം, ഇതാണ് ബാക്ടീരിയോഫേജിൻ്റെ ഡയഗ്രാം. ക്ലിയർ ആണല്ലോ. ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ പ്രത്യേകത എന്താണ്, ഇവനാണ് ടൊബാക്കോ എന്ന് പറയുന്ന പ്ലാന്റിനകത്ത് എന്തുണ്ടാക്കുന്നത്, മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ചില സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ നോക്കാം. ഈ വൈറസ് എന്നുള്ള പേര് ആരാ കണ്ടുപിടിച്ചത്, വൈറസ് എന്നുള്ള പല പല മീനിങ്സ് പല പല സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ടേം വൈറസ് എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, വൈറസ് എന്ന് പറയുന്ന ടേം, ഇത് വെനം, വിഷം എന്നാണ് മീൻ ചെയ്യുന്നതെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് പാസ്ചറാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, കോയിൻ ചെയ്തത്. ഏത് നെയിം, വൈറസ് എന്ന് പറയുന്ന നെയിം, വിച്ച് മീൻസ് വെനം എന്നർത്ഥമാക്കുന്ന വൈറസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്, പാസ്ചറാണ്. പാസ്ചർ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ വരുന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ പേര്, അപ്പോൾ ഒരു അപ്പച്ചൻ്റെ പേര് കിട്ടിയല്ലോ, പാസ്ചർ എന്ന് പറഞ്ഞ അപ്പച്ചൻ്റെ. പാസ്ചറിനെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. വേറെ ഉള്ള ഒരു സയൻറ്റിസ്റ്റാണ് WM സ്റ്റാൻലി. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ശരിക്കും വൈറസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ് വൈറസ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ഇൻഫെക്ഷ്യസ് പ്രോട്ടീനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രോട്ടീനുകൾ ഔട്ട്സൈഡ് ദ സെൽ നോൺ ലിവിങ്ങും ഇൻസൈഡ് ദ സെൽ ലിവിങ്ങുമായി മാറുന്നതാണ്. ശരി, WM സ്റ്റാൻലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അപ്പച്ചൻ പറഞ്ഞത് ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള, ക്രിസ്റ്റലിൻ്റെ രൂപത്തിലുള്ള ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് വൈറസുകൾ. വൈറസസ് ഇല്ലേ, ഈ വൈറസുകൾ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞു വെച്ച ആളാണ് ആര്, WM സ്റ്റാൻലി. ഓക്കെ ആണോ. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്, ഇതിനെ നേരെ തിരിച്ചിട്ടോ, WM അല്ലായിരുന്നു, ഇനിയിപ്പോൾ ഇനിഷ്യൽ നേരെ തിരിച്ചിടുക, MW ബീജർനിക്. അപ്പോൾ MW ബീജർനിക് അപ്പച്ചൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് ഇല്ലേ, ഈ വൈറസിനെ പുള്ളി ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് ആണെന്നാണ് പറഞ്ഞു വെച്ചത്. ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് ശരിക്കും പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനെ പുള്ളി ഐസൊലേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്.
ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനെ ഐസൊലേറ്റ് ചെയ്തത് എവിടെ നിന്നറിയാം? ഫ്രം ടൊബാക്കോ. ടൊബാക്കോയിൽ നിന്ന് പുള്ളി എന്ത് ചെയ്തു? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പറഞ്ഞു അതാണ് വൈറസ്. ആ ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് ഉണ്ടല്ലോ ടൊബാക്കോന്ന് കിട്ടിയ, അതാണ് വൈറസ്. ആ ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനൊരു പേര് പുള്ളി പറയുന്നുണ്ട്. ആ പേരാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടത്. അതിനെ വിളിക്കുന്നത് കണ്ടേജിയം വിവം ഫ്ലൂയിഡം. അടിപൊളി പേരല്ലയോ? കണ്ടേജിയം വിവം ഫ്ലൂയിഡം എന്നാണ് പുള്ളി പേരിട്ടത്. കണ്ടേജിയം വിവം ഫ്ലൂയിഡം. ആരാ പേരിട്ടത്? MW ബീജർനിക്. അത് പേരിടാൻ കാരണം ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എവിടെ നിന്ന് കിട്ടിയായിരുന്നു പുള്ളിക്ക് ഈ പറഞ്ഞ കൂട്ട് ടൊബാക്കോ പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കണ്ടേജിയം വിവം ഫ്ലൂയിഡം എന്ന് വിളിച്ചത്. കണ്ടേജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്, കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന എന്ത്? കണ്ടേജിയസ് ഡിസീസസ് എന്നൊക്കെ. കണ്ടേജിയസ് മീൻസ് ഇൻഫെക്ഷ്യസ് എന്ന് മാത്രമുള്ള ഇൻഫെക്ഷ്യസ്. വിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് എന്നാണ്. ലിവിങ്. വിവം അതിൻ്റെ അർത്ഥം ലിവിങ് എന്നാണ്. ഫ്ലൂയിഡം ഫ്ലൂയിഡ്, അത്രേ ഉള്ളൂ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് കണ്ടേജിയം വിവം ഫ്ലൂയിഡത്തിൻ്റെ അർത്ഥം. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എവിടെ നിന്ന് കിട്ടിയെന്ന്? നമ്മുടെ ടൊബാക്കോയിൽ നിന്ന് കിട്ടി. അവനാണ് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു. അവനെ വൈറസ് എന്നങ്ങ് വിളിച്ചോ എന്നും പറഞ്ഞു. അപ്പോൾ കണ്ടേജിയം വിവം ഫ്ലൂയിഡം അതാണ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. അത് ടൊബാക്കോയിൽ നിന്ന് ആര് ഐസൊലേറ്റ് ചെയ്തെടുത്തു? MW ബീജർനിക് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണേ? ശരി. അപ്പം അത്രയും കാര്യങ്ങളായി. ഇനി നമുക്കൊരു അപ്പച്ചനെയും കൂടെ പഠിച്ചു വെക്കണം. പുള്ളിയുടെ പേരാണ് ഇവനോസ്കി. DJ ഇവനോസ്കി എന്നോർത്ത് വെച്ചാൽ DJ ഇവനോസ്കി. അപ്പോൾ ഇവനോസ്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താണ് പറഞ്ഞത് എന്നല്ലേ നമുക്കറിയേണ്ടത്. പുള്ളി ചെയ്തത് ഹി റെക്കഗ്നൈസ്ഡ് certain മൈക്രോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മൈക്രോ ഓർഗാനിസംസ് ആണ്. as organism of the mosaic disease of tobacco. അതായത് പുള്ളി ഈ പറഞ്ഞ DJ ഇവനോസ്കി റെക്കഗ്നൈസ് ചെയ്തെടുത്തത് ചില മൈക്രോബുകൾ ഉണ്ട്. ആ ഓർഗാനിസമാണ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ഉണ്ടാക്കുന്നത്. അപ്പം മൈക്രോബുകളുടെ ആ ഒരു ക്ലാസ്സിൽ പെടുത്തിയത് ആദ്യമായിട്ട് ഇവനോസ്കിയാണ്. നമ്മൾ മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ്, അതായത് ദ ഓർഗാനിസംസ് വിച്ച് കനോട്ട് ബി സീൻ ബൈ അവർ നേക്കഡ് ഐ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഓർഗാനിസങ്ങൾ അല്ലേ. അത് നമുക്കറിയാം. നമ്മൾ ബാക്ടീരിയ പഠിച്ചിട്ടില്ലേ? ബാക്ടീരിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നമുക്കറിയാം. ബാക്ടീരിയ ആയി, ഫംഗസ് ആയി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം അത്തരം മൈക്രോബുകളുടെ കൂടെ ആരെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? വൈറസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇവനോസ്കി പറയുന്ന അനുസരിച്ച്. ബിക്കോസ് ഇവനോസ്കി ആയിരുന്നു ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇത് ചില മൈക്രോബുകളാണ്, ചില മൈക്രോ ഓർഗാനിസങ്ങളാണ്, ഇവയാണ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം 4 സയൻറ്റിസ്റ്റുകളുടെ പേര് ഓർത്ത് വെച്ചേക്കണം. ഒന്നാണ് പാസ്ചർ അല്ലേ, പിന്നുള്ളതാ WM സ്റ്റാൻലി ആണോ, പിന്നെയാണ് MW ബീജർനിക് ആണോ, പിന്നുള്ളതാരാണ്? ഇവനോസ്കി. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വരാം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. പാസ്ചറിൻ്റെ കാര്യം ഓർത്ത് വെച്ചോണം, WM സ്റ്റാൻലിയുടെ കാര്യം ഓർത്ത് വെക്കണം, MW ബീജർനിക്, ഇവനോസ്കിയാണ് വൈറസിനെ മൈക്രോബായിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. അവനാണ്, ആ മൈക്രോബാണ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ഉണ്ടാക്കുന്നത്. MW ബീജർനിക് പുള്ളിയാണ് കണ്ടേജിയം വിവം ഫ്ലൂയിഡം എന്ന് പറഞ്ഞത്. ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ് വൈറസ് എന്ന് പറഞ്ഞു വെച്ചതാണ് WM സ്റ്റാൻലി അല്ലേ. പാസ്ചർ ആയിരുന്നു എന്ത് ചെയ്തത്? ആദ്യമായിട്ട് വൈറസ് എന്ന് പറയുന്ന ടേമിനെ കോയിൻ ചെയ്തത്. അത് വെനം എന്നാണ് മീൻ ചെയ്യുന്നതെന്നും പറഞ്ഞത് ആരായിരുന്നു? പാസ്ചർ ആയിരുന്നു. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളും അവരുടെ ആ ഒരു വൈറസ് എന്ന് പറയുന്ന ടേമിനോടുള്ള കോൺട്രിബ്യൂഷൻസും ഓർത്ത് വെച്ചേക്കണം, എക്സാമിന് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാതിരിക്കും നമ്മുടെ ആ പടത്തിലേക്ക് തിരിച്ചു വരാം.
നമുക്ക് ഈ പടത്തിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, രണ്ടാണ് ബാക്ടീരിയോഫേജ് അല്ലേ. നമ്മൾ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാണ്? മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ അല്ലേ. അതിനകത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഒന്ന് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ മുത്തുമാല പോലെ കാണാം ഇവിടെ, ഇതിനെയാണ് നിങ്ങൾ RNA എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവർ ഈ ക്യാപ്സിഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത് ഇതൊരു പ്രോട്ടീൻ കോട്ടാണ് വൈറസിൻ്റെ വെളിയിൽ കൂടെ ഉള്ള ഒരു പ്രോട്ടീൻ കോട്ട് വൈറസിൻ്റെ, അതിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഇത് കുറേ സബ് യൂണിറ്റ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്, കണ്ടില്ലേ? കുറേ സബ് യൂണിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും പച്ച കളറിൽ. ഈ സബ് യൂണിറ്റ്സിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ക്യാപ്സോമിയർസ് എന്നാണ് പറയുന്നത്. ക്യാപ്സോമിയർസ്, CAP കണ്ടിങ്ങനെയാണ് സ്പെല്ലിംഗ്, ക്യാപ്സോമിയേഴ്സ്, ക്യാപ്സോമിയേഴ്സ്. അപ്പോൾ ഈ സബ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ TMVക്കകത്ത് കാണുന്ന ഓരോ സബ് യൂണിറ്റുകളെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ക്യാപ്സോമിയേഴ്സ് എന്ന് പറയാം. പറഞ്ഞ മനസ്സിലായോ? ഈ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ RNA, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്സോമിയേഴ്സിൻ്റെ ജോലി. പ്രൊട്ടക്റ്റ് ദ ജനറ്റിക് മെറ്റീരിയൽ. അതായത് ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണല്ലോ, സംശയമില്ലല്ലോ. ആ RNA പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്സോമിയേഴ്സിൻ്റെ ജോലി. എന്താണ് ക്യാപ്സോമിയേഴ്സ്? ടൊബാക്കോ മൊസൈക്ക് വൈറസിൽ കാണപ്പെടുന്ന ചെറിയ 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 സബ് യൂണിറ്റ്സ് ഉണ്ട്. ആ സബ് യൂണിറ്റ്സിനെ നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ക്യാപ്സോമിയേഴ്സ്. ശരി, അങ്ങനെയാണ് ക്യാപ്സിഡ് എന്താ? ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ കോട്ട്. ഇതിൻ്റെ വെളിയിലൂടെ കാണപ്പെടുന്ന ഈ മൊസൈക്ക് വൈറസിൻ്റെ വെളിയിലൂടെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ്റെ കോട്ടിംഗ് ഉണ്ട്, കോട്ട്. ആ പ്രോട്ടീൻ കോട്ടിനെ ക്യാപ്സിഡ് എന്ന് പറഞ്ഞേക്കുന്നതിനകത്ത് അവർ ക്യാപ്സോമിയേഴ്സ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കൂട്ടി ക്യാപ്സിഡുകളെയാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ക്യാപ്സിഡ്, ആ പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, അതിനെ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ക്യാപ്സോമിയേഴ്സിനെ എന്ത് ചെയ്തിട്ടില്ല? മാർക്ക് ചെയ്തിട്ടില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറസസിനകത്തുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ പറയുന്ന കൂട്ട് നമ്മൾ ലൈക്കൻ്റെ കാര്യം സംസാരിച്ചായിരുന്നു നേരത്തെ. അപ്പോൾ ഫൈക്കോബയോണ്ട് മൈക്കോബയോണ്ടിൻ്റെ കാര്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, 1971 ആ ഒരു ഇയറിൽ ഒരു പുതിയൊരു മൈക്രോബിനെയും കൂടെ കണ്ടുപിടിച്ചായിരുന്നു. അതായത് വൈറസസ് ഇപ്പോൾ ഉണ്ടല്ലോ മൈക്രോബ്സിനകത്ത്, ഇതുകൂടാതെ വൈറോയിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരെ 1971 ടിയോ ഡൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു വൈറോയിഡ്സ്. അതൊരു പുതിയ ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആയിരുന്നു. വൈറസിനെ പോലെ തന്നെയല്ലേ, അതൊരു പുതിയ ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ്. വൈറസുകളേക്കാൾ ചെറുതാണ്, വൈറസസിനേക്കാൾ സ്മോളർ ദാൻ വൈറസസ്. വൈറസസിനേക്കാൾ ചെറിയ ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ് ഏത്? വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഇവർ പൊട്ടറ്റോയിലാണ് അസുഖം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അസുഖം, ആ ഒരു ഡിസീസിൻ്റെ പേര് പൊട്ടാറ്റോ സ്പിൻഡൽ ട്യൂബർ ഡിസീസ് എന്നാണ് അതിൻ്റെ പേര്. പൊട്ടാറ്റോ സ്പിൻഡൽ ട്യൂബർ ഡിസീസ് എന്ന് പറയും. അപ്പോൾ ടിയോ ഡൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായി വൈറോയിഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വൈറോയിഡ്സ് എന്താണ്? ഇൻഫെക്ഷ്യസ് ഏജൻസ് തന്നെയാണ് വൈറസുകളെ പോലെ, പക്ഷെ വൈറസ് അല്ല. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ഈ പറഞ്ഞ വൈറോയിഡ്സിൽ ഫ്രീ ആയിട്ടുള്ള RNA കാണപ്പെടുന്നത്. അതായത് പ്രോട്ടീൻ കോട്ടില്ല. ഒന്നാമത്തെ പ്രത്യേകത, നോ പ്രോട്ടീൻ കോട്ട് ആബ്സെൻ്റ് ആണ്. അതാണ് ഒരു പ്രത്യേകത. അതുപോലെ ലോ മോളിക്യുലാർ വെയിറ്റ്, ഇവരുടെ വെയിറ്റ് ഉണ്ടല്ലോ അത് കുറവാണ്. RNAയുടെ അത്രയും വെയിറ്റ് ഒന്നുമില്ല. റൈബോന്യൂക്ലിക് ആസിഡിൻ്റെ വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മോളിക്കുലാർ വെയിറ്റ്, ആ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ RNA എന്ന് പറഞ്ഞ മോളിക്യൂൾ, അതിൻ്റെ വെയിറ്റിനേക്കാൾ ലോവർ ആയിട്ടുള്ളൊരു വെയിറ്റ് ആണ് ആർക്കുള്ളത്? വൈറോയിഡുകൾക്കുള്ളത്. അപ്പോൾ ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻ കോട്ട് ഇല്ലാത്ത ഒരു ഫ്രീ RNA ഉള്ള ആളാണ് വൈറോയിഡ്സ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് വൈറോയിഡ്സ്. ഓക്കെ ആണല്ലോ? ടിയോ ഡൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1971 ഐഡൻറ്റിഫൈ ചെയ്തതാണ് വൈറോയിഡുകളുടെ പ്രത്യേകത വൈറസുകളേക്കാൾ ചെറിയ ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആണ്. ഉണ്ടാക്കുന്നൊരു അസുഖം ഓർത്ത് വെച്ചേക്കുക, പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസാണ്. ഫ്രീ RNA അവരിൽ കാണപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയലായിട്ട്. എന്താണ് ഈ ഫ്രീ RNA എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് പ്രോട്ടീൻ കോട്ടൊന്നുമില്ല, നോ പ്രോട്ടീൻ കോട്ട്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഈ പറഞ്ഞ ലോ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും ഉള്ളത്.
ഓക്കെ ആണ്. പിന്നെ ഈ RNA എന്ന് പറയുന്ന സാധനം DNA ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രാൻഡാണ്. ഇങ്ങനെ 2 സ്ട്രാൻഡായിട്ടാണ് നമുക്ക് DNA ഒക്കെ പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ, അതായത് 12th വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് DNA ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഹെലിക്കലായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഉള്ളത്. ഡബിൾ ഹെലിക്സ്, 2 സ്ട്രാൻഡുകൾ ഇങ്ങനെ ഹെലിക്സിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പോവാം പാരലായിട്ട്. ഇതൊരു 3D ഡയഗ്രാമാണ്. പാരലായിട്ട് പോകുന്നത് 2 സ്ട്രാൻഡുകൾ. ഇതാണ് ഡബിൾ സ്ട്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ DNA-ക്കകത്ത് മൊത്തം 2 സ്ട്രാൻഡ് ഉണ്ട്. RNA-ക്കകത്ത് പ്രത്യേകത 2 സ്ട്രാൻഡും ഉണ്ടാവാം, അല്ലെ ഒറ്റ സ്ട്രാൻഡായിട്ടും കാണപ്പെടാം, സിംഗിൾ സ്ട്രാൻഡായിട്ട് RNA. അപ്പോൾ ഈ പറയുന്ന ആനിമൽസ് ഒക്കെ ഇല്ലേ, ആനിമൽസിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നീ സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും RNA, അല്ലെ ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും, അല്ലെ ഡബിൾ സ്ട്രാൻഡഡ് DNA ആവാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡബിൾ സ്ട്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന 2 സ്ട്രാൻഡുകൾ ഉണ്ടെന്നാണ്, 2 സ്ട്രാൻഡുകൾ. അപ്പോൾ ഈ ഡബിൾ സ്ട്രാൻഡ്, സിംഗിൾ സ്ട്രാൻഡ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഷൻ നിങ്ങൾ 12th പഠിക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പം ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകൾ ഒന്നീ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും, ഒറ്റ സ്ട്രാൻഡുള്ള സിംഗിൾ സ്ട്രാൻഡഡ്, അല്ലെ ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. ഡബിൾ സ്ട്രാൻഡഡിന് നമ്മളിങ്ങനെ DS എന്ന് എഴുതുന്നത്, DS ഇങ്ങനെ എഴുതാറുണ്ട്, DS RNA. DS RNA എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡബിൾ സ്ട്രാൻഡഡ് RNA, 2 സ്ട്രാൻഡുകളുള്ള RNA എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് നമ്മുടെ സെല്ലിലുള്ളത്, നമ്മുടെ ശരീരത്തിനകത്തുള്ളത് ഡബിൾ സ്ട്രാൻഡഡ് DNA. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് കൂടാതെ വൈറസുകൾ ഒരുപാട് അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എയ്ഡ്സ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ മനുഷ്യരിൽ ഉണ്ടാവാറുണ്ട്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്, അത് വൈറസ് ഉണ്ടാക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വേറെ അസുഖങ്ങൾ, മംസ്, സ്മോൾ പോക്സ്, അല്ലേ? അതുപോലെ ഹെർപ്പിസ് ഡിസീസ്, ഇൻഫ്ലുവൻസ, ഇതൊക്കെ വൈറൽ ഡിസീസസ് ആണ്, വേറെ ചില വൈറൽ ഡിസീസസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്.